Good morning, everybody. Welcome to my channel. My name is Prakash R. കിഴക്കേമഠം. ആർച്ച സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പാർട്ട് 3 ആരംഭിക്കുകയാണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം പഠിച്ച് പരിശീലിച്ചവർക്ക് പാർട്ട് 3യിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കണക്ഷൻസ് കിട്ടുവാനും സംസാര രീതികൾ സ്വായത്തമാക്കുവാനും സഹായിക്കുന്ന സ്പീക്കിംഗ് ടിപ്സ് പാർട്ട് 3യിൽ ആരംഭിക്കുകയാണ്. TO2 എന്ന ടിപ്പാണ് ആദ്യം പഠിക്കുന്നത്. ടുവിന് ശേഷം ഒരു വെർബ് വന്നാൽ ഒരു കാര്യത്തിന് അഥവാ ഒരു കാര്യത്തിന് വേണ്ടി എന്ന മീനിങ് കിട്ടും. ടിപ്പ് നമ്പർ 1, 2. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. ടു കം വരുവാൻ വരുന്നതിന്, ടു ഗോ പോകുവാൻ പോകുന്നതിന്, ടു ഡു ചെയ്യുവാൻ ചെയ്യുന്നതിന്, ടു കോൾ വിളിക്കുവാൻ വിളിക്കുന്നതിന്. ഇതേപോലെ വെർബിന് മുമ്പ് ടു ചേർത്ത് മീനിങ് പഠിച്ച് പരിശീലിക്കുക. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ടുവിന് ശേഷം പ്ലൂറൽ വെർബ് മാത്രമേ ഉപയോഗിക്കൂ. ഓക്കെ, ലിസൺ ദ എക്സാമ്പിൾ. ഹോംവർക്ക് ചെയ്യുവാൻ അവൻ എന്നെ വിളിക്കുന്നു അല്ലെങ്കിൽ വിളിക്കാറുണ്ട്. ഹൗ വിൽ സേ ദിസ്? ഹീ കോൾസ് മീ ടു ഡു ഹോംവർക്ക്. അപ്പോൾ ഹോംവർക്ക് ചെയ്യുവാൻ അവൻ എന്നെ വിളിക്കാറുണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഹീ കോൾസ് മീ ടു ഡു ഹോംവർക്ക്. അടുത്തത്, കുട്ടികൾ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ 4 ലൈൻസ് ബുക്കിൽ എഴുതാറുണ്ട്. ഹൗ വിൽ സേ ദിസ്? ചിൽഡ്രൻ റൈറ്റ് ഇൻ 4 ലൈൻസ് ബുക്ക് ടു മേക്ക് ദെയർ ഹാൻഡ് റൈറ്റിംഗ് വെൽ. അടുത്തത്, സിനിമയ്ക്ക് പോകുവാൻ അവർ എന്നെ ക്ഷണിക്കുന്നു. ഹൗ വിൽ സേ ദിസ്? ദേ ഇൻവൈറ്റ് മീ ടു ഗോ ഫോർ എ ഫിലിം. ഓക്കെ, നെക്സ്റ്റ് ടിപ്പ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ അഥവാ സാമാന്യ ഭാവികാലം പഠിക്കാം. സബ്ജക്റ്റിന് ശേഷം വില്ല് ഓർ ഷോൾ ചേർത്തിട്ട് വെർബിൻ്റെ പ്ലൂറൽ ഫോം ഉപയോഗിച്ചാൽ സിമ്പിൾ ഫ്യൂച്ചർ ലഭിക്കുന്നു. സബ്ജക്റ്റിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷോൾ ചേർത്തിട്ട് വെർബിൻ്റെ പ്ലൂറൽ ഫോം ഉപയോഗിച്ചാൽ സിമ്പിൾ ഫ്യൂച്ചർ ലഭിക്കുന്നു. ഐ, വി എന്നീ സബ്ജക്റ്റുകൾക്ക് ശേഷം ഷോളും മറ്റ് സബ്ജക്റ്റുകൾക്ക് ശേഷം വില്ലും ഉപയോഗിക്കണം. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഈസിയാക്കുവാൻ ഒരു സ്പീക്കിംഗ് ടിപ്പ് പറയാം. ലിസൺ വെരി വെൽ. വരും, പോകും, കൊടുക്കും, എടുക്കും എന്നിങ്ങനെ ഇൽ അവസാനിക്കുന്ന വെർബ് ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പോൾ സബ്ജക്റ്റിന് ശേഷം വില്ല് ചേർത്ത് പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. എന്താണ്? വരും, പോകും, കൊടുക്കും, എടുക്കും എന്നിങ്ങനെ അവസാനിക്കുന്ന വെർബ് ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പോഴാണ് സബ്ജക്റ്റിന് ശേഷം വില്ല് ചേർത്തിട്ട് പ്ലൂറൽ ഫോം ഉപയോഗിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, അവൻ വരും. എങ്ങനെയാണ് പറയുന്നത്? അവൻ വരും, വരും ഉമ്മിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ വില്ല് ചേർക്കണം സബ്ജക്റ്റിന് ശേഷം. ഹി വിൽ കം. ഞാനിത് ചെയ്യും. ഹൗ വിൽ സേ ദിസ്? ഐ വിൽ ഡു ഇറ്റ്. നമ്മൾ ഒരു പാട്ട് പാടും. എങ്ങനെയാണ് പറയുന്നത്? വി വിൽ സിങ് എ സോങ്. നമ്മളൊരു പാട്ട് പാടുമെന്ന് എങ്ങനെയാണ് പറയുന്നത്? വി വിൽ സിങ് എ സോങ്. അവർ ഇതിൻ്റെ ഫലം അനുഭവിക്കും. ഹൗ വിൽ സേ ദിസ്? ദേ വിൽ സഫർ ദിസ് കോൺസിക്വൻസ്. ദേ വിൽ സഫർ ദിസ് കോൺസിക്വൻസ്. നെക്സ്റ്റ്, വരാം, പോകാം, വിളിക്കാം എന്നിങ്ങനെ ആമിൽ അവസാനിക്കുന്ന വെർബ് ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പോൾ സബ്ജക്റ്റിന് ശേഷം ഷോൾ ഉപയോഗിച്ചാൽ മതി. വരാം, പോകാം, വിളിക്കാം എന്നിങ്ങനെ ഇൽ അവസാനിക്കുന്ന വെർബ്
ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പോൾ സബ്ജക്റ്റിന് ശേഷം ഷോൾ ഉപയോഗിച്ചാൽ മതി. ഞാനിത് ചെയ്യാം. ഉദാഹരണം നോക്കാം. ഞാനിത് ചെയ്യാം. ഐ ഷോൾ ഡു ദിസ്. ഞങ്ങൾ നിന്നെ പിന്നീട് വിളിക്കാം. എങ്ങനെയാണ് പറയുന്നത്? വി ഷോൾ കോൾ യു ലേറ്റർ. നാളെ ഞാൻ അവിടെ വരാം. ഐ ഷോൾ കം ദെയർ ടുമാറോ. അണ്ടർസ്റ്റാൻഡ് വൺ തിങ് അഗെയിൻ. വില്ല്, ഷോള് എന്നിവയ്ക്ക് ശേഷം വെർബിൻ്റെ പ്ലൂറൽ ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. നെക്സ്റ്റ്, ആം എന്നിവയിൽ അവസാനിക്കുന്ന വെർബുകൾ ഇടകലർത്തി പറയാം. നോക്കുക, എക്സാമ്പിൾ നോക്കുക. ഞാനിത് ചെയ്യാം. ഐ ഷോൾ ഡു ദിസ്. ഞാനിത് ചെയ്യും. ഐ വിൽ ഡു ദിസ്. ഞങ്ങളത് കൊടുക്കാം. വി ഷോൾ ഗീവ് ദാറ്റ്. ഞങ്ങളത് കൊടുക്കും. വി വിൽ ഗീവ് ദാറ്റ്. സേ അബവ് എക്സാമ്പിൾ 10 times by repeating. നെക്സ്റ്റ്, വില്ലിൻ്റെയും ഷോളിൻ്റെയും നെഗറ്റീവ് നോക്കാം. വിൽ നോട്ട് അഥവാ വോണ്ട് ആണ് ഇവയുടെ നെഗറ്റീവ്. WON'. വോണ്ട്. വിൽ നോട്ട് അഥവാ വോണ്ടാണ് വില്ലിൻ്റെയും ഷോളിൻ്റെയും നെഗറ്റീവ്. വില്ലും ഷാളും ഉപയോഗിച്ചതുപോലെ വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് കഴിഞ്ഞ് വെർബിൻ്റെ ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത്? പ്ലൂറൽ ഫോമേ ഉപയോഗിക്കാവൂ. ഒരു കാര്യം ചെയ്യില്ല, ഭാവിയിലെ കാര്യമാണ്. ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയാൻ സബ്ജക്റ്റിന് ശേഷം വിൽ നോട്ട് ഓർ വോണ്ട് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ വരും എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ വിൽ കം. ഞാൻ വരില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യില്ല എന്നായില്ലേ? ഞാൻ വരില്ല. ഐ വോണ്ട് കം. ഞാൻ പറയാം. അതെങ്ങനെയാണ് പറയുന്നത്? ഐ ഷോൾ സേ. ഇപ്പം ഞാൻ പറയില്ല. ഞാൻ പറയില്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യില്ലെന്നല്ലേ? ഞാൻ പറയില്ല. ഐ വോണ്ട് സേ. അവളിപ്പോൾ പുറപ്പെടും. എങ്ങനെ പറയും? ഷി വിൽ ലീവ് നൗ. ഷി വിൽ ലീവ് നൗ. അവളിപ്പോൾ പുറപ്പെടില്ല. ഷി വോണ്ട് ലീവ് നൗ. ആ നായി കടിക്കും. നമ്മൾ സാധാരണ പറയില്ലേ, ആ നായി കടിക്കും. ദാറ്റ് ഡോഗ് വിൽ ബൈറ്റ്. ആ നായി കടിക്കില്ല. എങ്ങനെ പറയും? ദാറ്റ് ഡോഗ് വോണ്ട് ബൈറ്റ്. ഞാൻ നിന്നോട് മിണ്ടില്ല. ഐ വോണ്ട് സ്പീക്ക് ടു യു. ആ കാറ് സ്റ്റാർട്ടാകില്ല. ദാറ്റ് കാർ വോണ്ട് സ്റ്റാർട്ട്. അവർ ഇത് അനുവദിക്കില്ല. എങ്ങനെ പറയും? ദേ വോണ്ട് അലോ ദിസ്. ഇനി അവൾ ഇത് അനുവദിക്കില്ലെങ്കിൽ എന്നാണെങ്കിലോ? ഷീ വോണ്ട് അലോ ദിസ്. സേ അബോവ് എക്സാമ്പിൾ 10 minutes by repeating. ഓക്കെ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻസ്. അടുത്തത് ചോദ്യങ്ങളാണ്. ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാൻ വില്ലുകൊണ്ട് തുടങ്ങണം. ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാൻ വില്ലുകൊണ്ട് തുടങ്ങണം. ഒരു കാര്യം ചെയ്യില്ലേ എന്ന് ചോദിക്കാൻ അപ്പോൾ എന്തുകൊണ്ട് തുടങ്ങും? വോണ്ട് കൊണ്ട് തുടങ്ങിയാൽ മതി. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. നീ വരുമോ? വിൽ യു കം. നീ വരില്ലേ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? വോണ്ട് യു കം. അവർ നിന്നെ സഹായിക്കുമോ? വിൽ ദേ ഹെൽപ്പ് യു. അവർ നിന്നെ സഹായിക്കില്ലേ? വോണ്ട് ദേ ഹെൽപ്പ് യു. ദയവായി ആ പേനയൊന്ന് തരുമോ? നമ്മൾ ചോദിക്കില്ലേ, ദയവായി ആ പേനയൊന്ന് തരുമോ? വിൽ യു പ്ലീസ് ഗിവ് മീ ദാറ്റ് പെൻ. എങ്ങനെയാണ് ചോദിക്കുന്നത്? വിൽ യു പ്ലീസ് ഗിവ് മീ ദാറ്റ് പെൻ. ആ പേനയൊന്ന് തരില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ആ പേനയൊന്ന് തരില്ലേ? വോണ്ട് യു ഗിവ് ദാറ്റ് പെൻ. ദയവായി ഇവിടം വരെ ഒന്ന് വരുമോ? വിൽ യു പ്ലീസ് കം അപ് ടു ഹിയർ. വിൽ യു പ്ലീസ് കം അപ് ടു ഹിയർ. ഇവിടെ വരെ ഒന്ന് വരില്ലേ? വോണ്ട് യു കം അപ് ടു ഹിയർ. ഇവിടെ നമ്മൾ അപ് ടു എന്ന വാക്ക് ഉപയോഗിച്ച് വരെ എന്നാണ് അപ് ടുവിൻ്റെ അർത്ഥം. ഉദാഹരണം നോക്കിയേ. ഇവിടെ വരെ അപ് ടു ഹിയർ. അവിടം വരെ അപ് ടു ദെയർ. വരെ എന്ന മീനിങ് കിട്ടുന്ന മറ്റ് വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്ക് ടിപ്പ് നമ്പർ 2 ആയിട്ട് കണക്കാക്കാം. ടില്ല്, അണ്ടില്, അപ് ടു, അണ്ടു ഈസ് ഈക്വൽ ടു വരെ. ടിൽ, അണ്ടിൽ, അപ് ടു, അണ്ടു. വരെ എന്ന അർത്ഥം കിട്ടുന്ന വാക്കുകളാണിവ. സേ ദീസ് 10 times. 10 പ്രാവശ്യം നിങ്ങളത് ഒന്ന് പറഞ്ഞു പഠിക്കുക. അപ്പോൾ നമുക്കത് മനസ്സിലങ്ങ് ഉറയ്ക്കും അങ്ങ്.
സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട്, നീ എവിടെ പോവുകയാണ്? ഇപ്പോൾ പറയും, ഞാൻ കൊല്ലം വരെ പോവുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുന്നത്? വേർ ആർ യു ഗോയിങ്? ഐ ആം ഗോയിങ് ടു കൊല്ലം എന്നാണ് പലരും പറയുന്നത്. ഐ ആം ഗോയിങ് ടു കൊല്ലം എന്നാൽ ഞാൻ കൊല്ലത്തേക്ക് പോകുകയാണെന്നാണ് അർത്ഥം. ഞാൻ കൊല്ലം വരെ പോകുകയാണെന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ആം ഗോയിങ് അപ് ടു കൊല്ലം എന്ന് തന്നെ പറയണം. ഓക്കെ, സീ മോർ എക്സാമ്പിൾ. എൻ്റെ മരണം വരെ ഞാൻ അവളെ മറക്കില്ല. ഐ വോണ്ട് ഫൊർഗെറ്റ് ഹെർ അൺടു മൈ ഡെത്ത്. എൻ്റെ മരണം വരെ ഞാൻ അവളെ മറക്കില്ലെന്ന് എങ്ങനെയാണ് പറഞ്ഞത്? ഐ വോണ്ട് ഫൊർഗെറ്റ് ഹെർ അൺടു മൈ ഡെത്ത്. അവർ ഇവിടം വരെ വരില്ല. ദേ വോണ്ട് കം അപ് ടു ഹിയർ. അവൾ എൻ്റെ തോൾ വരെ വരില്ല. അവൾ എൻ്റെ തോൾ വരെ വരില്ല. ഷീ വോണ്ട് കം അപ് ടു മൈ ഷോൾഡർ. വില്ല്, ഷോള്, വോണ്ട് എന്നിവ ഇടകലർത്തി സംസാരിക്കാം. ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോകും. ഐ വിൽ ഗോ ഫോർ ഷോപ്പിംഗ് ടുഡേ. ഐ വിൽ ഗോ ഫോർ ഷോപ്പിംഗ് ടുഡേ. അപ്പോൾ നീ എന്ത് ചെയ്യും? അതെങ്ങനെ ചോദിക്കും? വാട്ട് വിൽ യു ഡു ദെൻ? അപ്പോൾ നീ എന്ത് ചെയ്യുമെന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് വിൽ യു ഡു ദെൻ? ഞാൻ വീട്ടിലിരിക്കാം. ഐ ഷോൾ സിറ്റ് അറ്റ് ഹോം. ഐ ഷോൾ സിറ്റ് അറ്റ് ഹോം. വരുമ്പോൾ നീ എനിക്ക് എന്ത് കൊണ്ടുവരും? വാട്ട് വിൽ യു ബ്രിങ് ടു മീ വെൻ യു കം? വാട്ട് വിൽ യു ബ്രിങ് ടു മീ വെൻ യു കം? പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങാം. ഐ ഷോൾ ബൈ സംതിങ് ഇഫ് ദെയർ ഈസ് മണി. ഇഫ് ദെയർ ഈസ് മണി, പൈസ ഉണ്ടെങ്കിൽ ഐ ഷാൾ ബൈ സംതിങ്, എന്തെങ്കിലും ഞാൻ വാങ്ങാം. ഒരിക്കൽ സത്യം പുറത്തു വരും. വൺ ഡേ ദ ട്രൂത്ത് വിൽ കം ഔട്ട്. വൺ ഡേ ദ ട്രൂത്ത് വിൽ കം ഔട്ട്. നമ്മൾ സാധാരണ പറയത്തില്ലയോ, ആരും നിന്നെ വിഴുങ്ങില്ല. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? നോബഡി വിൽ ഷോളോ യു. നോബഡി വിൽ ഷോളോ യു. അപ്പോൾ നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. അപ്പോൾ നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. നോബഡി വിൽ ബി ടു ഹെൽപ്പ് യു ദെൻ. നോബഡി വിൽ ബി ടു ഹെൽപ്പ് യു ദെൻ. നോബഡി എന്നതൊരു നെഗറ്റീവാണ്. അപ്പോൾ വോണ്ട് എന്നുകൂടി ഉപയോഗിക്കേണ്ട. ബിക്കോസ് രണ്ട് നെഗറ്റീവ്സുകൾ ഒരുമിച്ച് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നോബഡി വിൽ ബി ടു ഹെൽപ്പ് യു. അവൻ അവൻ്റെ തനി നിറം കാണിക്കുമോ? നമ്മൾ സാധാരണ പേടിച്ച് ചോദിക്കത്തില്ലേ, അവൻ അവൻ്റെ തനി നിറം കാണിക്കുമോ? വിൽ ഹി ഷോ ഹിസ് ട്രൂ കളർ? ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാൻ വില്ലുകൊണ്ട് തുടങ്ങണം. ചെയ്യില്ലേ എന്ന് ചോദിക്കാൻ വോണ്ട് കൊണ്ട് തുടങ്ങണം. നമ്മൾ നേരത്തെ പറഞ്ഞു, അവൻ അവൻ്റെ തനിനിറം കാണിക്കുമോ? വിൽ ഹി ഷോ ഹിസ് ട്രൂ കളർ? അവൻ നന്നാവില്ലേ? വോണ്ട് ഹി ഇംപ്രൂവ്? വോണ്ട് ഹി ഇംപ്രൂവ്? സാധാരണ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, എന്നെ തല്ലേണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല. എന്നെ തല്ലേണ്ട അമ്മാവ, ഞാൻ നന്നായില്ല. ഡോണ്ട് ബീറ്റ് മീ അങ്കിൾ, ഐ വോണ്ട് ഇംപ്രൂവ്. ഡോണ്ട് ബീറ്റ് മീ അങ്കിൾ, ഐ വോണ്ട് ഇംപ്രൂവ്. കാക്ക മലർന്ന് പറക്കും. അത് നമ്മൾ സാധാരണ പറയത്തില്ലേ, കാക്ക മലർന്ന് പറക്കും. ക്രോ വിൽ ഫ്ലൈ ഓൺ ഇറ്റ്സ് ബാക്ക്. ക്രോ വിൽ ഫ്ലൈ ഓൺ ഇറ്റ്സ് ബാക്ക്. യെസ്. പാർട്ട് 3 എൻഡ്സ് ഹിയർ. പഠിച്ച ഭാഗങ്ങൾ കേട്ടും പറഞ്ഞും നാവിന് വഴക്കം വരുത്തണം. നാവിന് വഴക്കം വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മറ്റൊന്ന് പറയുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടി വരും. അടുത്തത് ശരിയാണോ തെറ്റാണോ എന്നിങ്ങനെ ആലോചിക്കണം. ഓരോ പാർട്ട് കാണുമ്പോഴും അടുത്തത് കാണാൻ ധൃതി വയ്ക്കരുത്. കേട്ടത് കേട്ടു പഠിച്ച് നാവിന് വഴക്കമുണ്ടാക്കുക. ഹറി ബ്രിങ്സ് നത്തിങ്. ധൃതി ഒന്നും നേടിത്തരില്ല. ബട്ട് എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അനുഭവ സമ്പത്തുള്ളവനാണ് ഏറ്റവും നല്ല ഗുരുനാഥൻ. അതുകൊണ്ട് പഠിച്ച് പരിശീലിച്ച് നാവിന് വഴക്കം വന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയൂ. അതേപോലെ തന്നെ യു മസ്റ്റ് ട്രൈ ടു സ്പീക്ക് ടു അതേഴ്സ് വെനെവർ യു ഗെറ്റ് എ ചാൻസ്. സമയം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഐ റിപ്പീറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, യു മസ്റ്റൻറ്റ് മിസ് ഈവൻ എ സിംഗിൾ ചാൻസ് ടു ഹിയർ ഇംഗ്ലീഷ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ്. അതേപോലെ തന്നെ യു ഷുഡ് ഹാവ് സെൽഫ് കോൺഫിഡൻസ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. യു ഷുഡ് ഹാവ് കറേജ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. യു ഷുഡ് ഹാവ് ഹാർഡ് വർക്ക് ആൻഡ് പെർസിവറൻസ് ടു ലേൺ ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ്.
Above all, you should have optimism. ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം. If you have understood and liked this class, please share it, comment it, subscribe it. For the next part and videos, please subscribe and click the bell icon very near. Remember, my channel name is Learn with Archa Spoken English. Okay, good days to you.